റാസൽ ഖൈമയിലും ഇപ്പോൾ കുറഞ്ഞ വാടകയിൽ വീടുകളൊന്നും കിട്ടാനില്ല എന്നൊരു പുതിയ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്തിടെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ദുബായ് അടക്കം പല എമിറേറ്റുകളിലും ജോലി ചെയ്യുന്ന ആളുകൾ താരതമ്യേന കുറഞ്ഞ വാടകയായതുകൊണ്ട് തന്നെ റാസൽ ഖൈമ താമസത്തിനായി തിരഞ്ഞെടുത്തിരുന്നു. ഏറെ ദൂരം ഡ്രൈവ് ചെയ്ത് വരണമെങ്കിൽ പോലും ദുബായിലും ഷാർജയിലും മറ്റ് പല എമിറേറ്റുകളിലൊക്കെയുള്ള ആളുകൾ റാസൽ ഖൈമയിലാണ് താമസിച്ച് ഇവിടേക്കൊക്കെ ജോലിക്കായി വന്നുകൊണ്ടിരുന്നത്. ഇവർക്കൊക്കെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മുൻപ് 14,000-ഉം 15,000 ദർഹംസും ഒക്കെ ആനുവൽ റെന്റായി ഈടാക്കിയിരുന്ന പല താമസ കെട്ടിടങ്ങളും ഇപ്പോൾ ഒറ്റയടിക്ക് വാടക വർദ്ധിപ്പിച്ച് 22,000, 25,000 എന്നുള്ള നിരക്കിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റുഡിയോ ഫ്ലാറ്റിനൊക്കെ റാസൽ ഖൈമയിൽ 25,000 ദർഹംസ് വരെ ആനുവൽ റെന്റായി ഈടാക്കുന്നുവെന്നും പലരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ടൂറിസം വ്യവസായ മേഖലയിലുണ്ടായ വലിയൊരു കുതിച്ചുചാട്ടം റാസൽ ഖൈമയിൽ പ്രകടമാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനമാകാം ഈ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ വാടക വർധനവിന് വലിയൊരു കാരണമായിരിക്കുന്നതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളെയും അതിൻ്റെ പ്രൊഫഷണൽസിനെയും ഒക്കെ താമസിപ്പിക്കാനായി വലിയ അളവിൽ കെട്ടിടങ്ങൾ റാസൽ ഖൈമയിൽ വാടകയ്ക്ക് എടുത്തു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് വില്ലകളൊക്കെ തന്നെ. അതുകൊണ്ട് ഇനി അധികം പണം നൽകാൻ തയ്യാറായാൽ പോലും മനസ്സിനിണങ്ങിയ ഒരു വീട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റാസൽ ഖൈമയിൽ. ഇനി ഇതിൻ്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ടൂറിസം പ്രോജക്റ്റുകളോടൊപ്പം തന്നെ ലക്ഷറി വില്ലാസ്, ബ്രാൻഡഡ് ഹോംസ്, ഈ വാട്ടർ ഫ്രണ്ട് പ്രോജക്ട്സ് ഒക്കെ നിരവധി ഇതിനോടകം തന്നെ അനൗൺസ് ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ റാസൽ ഖൈമയിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു ട്രെൻഡായി തന്നെ വേണം കാണാൻ. ദുബായിലെയും അബുദാബിയിലെയും അതിവേഗ പാതകളിൽ പലപ്പോഴും ഈ ഈഗോ ക്ലാഷ് കൊണ്ട് വാഹനയാത്രികർ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരു യുവാവിന് അബുദാബി ഫാമിലി ആൻഡ് സിവിൽ കോർട്ട് ഫൈൻ ഇട്ടത് 20,000 ദർഹംസാണ്. സംഭവം നടന്നത് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ രീതിയിൽ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പ്രശ്നത്തിന്റെ പുറത്ത് ഈ വാഹനം ഓടിച്ചിരുന്ന യുവാവ് അമിത വേഗത്തിൽ ആ പരാതിക്കാരന്റെ വാഹനത്തെ പിന്തുടർന്ന് ചെന്ന് 2 തവണ അതിൽ അതിശക്തമായി ഇടിക്കുകയായിരുന്നു. വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം വാഹനം ഓടിച്ചിരുന്ന ആൾക്കൊന്നും പറ്റിയില്ലെങ്കിലും കാറ് പൂർണ്ണമായും നശിച്ചു പോയിരുന്നു. അങ്ങനെ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഈ പരാതിക്കാരനെ ആ പൊതുമധ്യത്തിൽ വെച്ച് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി അസഭ്യം പറയുകയും ചെയ്തു. അങ്ങനെ ഈ കേസാണ് കോടതിയിലെത്തിയത്. വാഹനത്തിനെ ഒരു ആയുധമായി ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പ്രൈമറി കോർട്ട് ഈ വ്യക്തിക്ക് 10,000 ദർഹംസ് ആദ്യം ഫൈൻ ഇട്ടിരുന്നു. ഇത് കൂടാതെയാണ് അബുദാബി ഫാമിലി ആൻഡ് സിവിൽ കോർട്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് അദ്ദേഹത്തെ പൊതുമധ്യത്തിലിട്ട് അധിക്ഷേപിച്ചതിനും കൂടി കണക്കാക്കിക്കൊണ്ട് 20,000 ദർഹംസ് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2026 ഫെബ്രുവരി 24 ചൊവ്വാഴ്ച.